അനുമോള് മിക്കവാറും ഇത് കുളവാക്കും. അനുമോള് ആദിലോട് പറഞ്ഞതിന് ശേഷം അവിടെ മാറി നടന്ന് നമ്മുടെ അനീഷേട്ടനെ വീക്ഷിക്കുകയാണ്, ഓരോ സ്ഥലങ്ങളിൽ പോയി നിന്നിട്ട്. അടുക്കളയിലോട്ട് അടുക്കുന്നേയില്ല. ആ ടോയ്ലറ്റിൻ്റെ അവിടുത്തെ ആ വാതിൽക്ക് പോയി നിന്നിട്ട് അനീഷേട്ടനെ അവിടോട്ട് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഷാനവാസൊക്കെ ഇറങ്ങി വന്നിട്ട് എല്ലാം സോൾവ് ആയില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ എന്ത് എന്നുള്ള രീതിയിൽ നമ്മുടെ അനുമോള് വിചാരിക്കുന്നത് അനീഷേട്ടൻ്റെ കാര്യമാണ്. ഷാനവാസൊക്കെ ചോദിക്കുന്നത് ആദിലയുടെ നൂറയുടെ പിണക്കത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ അനുമോള് പറഞ്ഞു എന്ത് കാര്യം? അപ്പോൾ ആ ഷാനവാസൊക്കെ പറഞ്ഞു ആദിലായിട്ടുള്ള പ്രശ്നമൊക്കെ തീർന്നില്ലേ, അപ്പോൾ എല്ലാം സംസാരിച്ചോ നിങ്ങളെന്നൊക്കെ ചോദിക്കുന്നു. അപ്പം അനുമോള് പറഞ്ഞു ആ സംസാരിച്ചു ചേട്ടാ, എല്ലാ പ്രശ്നങ്ങളും തീർക്കണം, ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനുമോള് പറഞ്ഞു സംസാരിച്ചു, ഞാൻ ആദിലോട് സംസാരിച്ചു, നൂറോട് സംസാരിച്ചില്ല എന്നൊക്കെ. അപ്പം ഷാനവാസിക്ക് പറയുന്നുണ്ട് എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കാനുണ്ട്. അപ്പോൾ അനുമോള് എന്ത്? ഈ കാര്യം മാത്രമല്ല പല കാര്യങ്ങളും സംസാരിക്കാനുണ്ട്. ഷാനവാസിക പറഞ്ഞത് എല്ലാവരും പോവല്ലേ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകളൊക്കെ പറഞ്ഞ് തീർക്കാം എന്നുള്ള കാര്യമാണ് ഷാനവാസിക ഉദ്ദേശിക്കുന്നത്. പക്ഷെ അനുമോൾ എടുക്കുന്നത് അനീഷേട്ടൻ്റെ കാര്യമാണ്. ഇത് കണ്ട് ഷാനവാസിക്കോട് പറഞ്ഞോ, ഷാനവാസിക്ക് അത് വല്ലതും ആണോ ചോദിക്കാൻ വരുന്നതെന്നുള്ള രീതിയിൽ ഷാനവാസിക പറയാണ് നമുക്കെല്ലാം ഇരുന്നൊന്ന് സംസാരിക്കണം കേട്ടോ, നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങളൊന്ന് സംസാരിക്കണ്ടേ, ക്ലിയർ ചെയ്യണ്ടേ എന്നുള്ള രീതിയിൽ. അനുമോളാകെപ്പാടെ വിരളി പിടിച്ചിരിക്കുകയാണ്. ഈശ്വര, എന്താണോ സംസാരിക്കാൻ പോകുന്നത്? അനുമോളാകെപ്പാടെ വിരളി പിടിച്ചിരിക്കുകയാണ്. അനുമോൾക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം. അതിലെ ഒട്ട് കിട്ടുന്നില്ല. അതിലെ കിച്ചണിൽ ഭയങ്കര ബിസിയാണ്. അനുമോൾ ആരെങ്കിലും കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കണം. എല്ലാവരും കിച്ചണിലാണ്. ആകെപ്പാടെ ഉള്ളത് ഷാനവാസിക്കയാണ്. ഷാനവാസിക്കാണെങ്കിൽ എന്തോ ഒന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞും പോയി. അനുമോൾക്ക് അറിയത്തില്ല അത് എന്താണെന്നുള്ളത്. അനുമോൾ ഷാനവാസിക്കയുടെ പുറകെ എന്നിട്ട് നടക്കാൻ തുടങ്ങി. ഷാനവാസിക്ക, ഞാനിപ്പോൾ ഫ്രീയാ, എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഇപ്പം നമുക്ക് സംസാരിച്ചാലോ? അപ്പോൾ ഷാനവാസിക്ക പറഞ്ഞു പിന്നെ നിനക്ക് കണ്ണ് കണ്ടൂടെ, ഞാനിപ്പം ഫ്രീ ആണോ, ഞാനിതേ തുണി ഇരിക്കാൻ പോകണമെന്ന് പറഞ്ഞ് ഷാനവാസിക്ക പോകുന്നു. പാവം അനുമോളപ്പോൾ പറയുന്നുണ്ട് ആരെങ്കിലും എന്നോടൊന്ന് സംസാരിക്കുക പ്ലീസ്.